അത് എൻ്റെ കയ്യിലൊന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലൈൻ ആൻഡ് ഹാർട്ട് ലൈൻ എന്ന് പറയുന്ന ഈ രണ്ട് ലൈനുകളെ നമ്മൾ രണ്ട് കൈപ്പത്തിയും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. ഞാനിപ്പോഴുള്ളത് മൂവാറ്റുപുഴ താലൂക്ക് കല്ലൂർക്കാട് പഞ്ചായത്തിലെ വാഴക്കാലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കുളം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ പേരിലാണ് ഇവിടെ വന്നത്. ആ കുളം ഉള്ളത് നിലവിലുള്ളത് നമ്മൾ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ പാറ പൊട്ടിച്ചോ ഉണ്ടായ ഒരു കുളമല്ല. പ്രത്യേകിച്ച് അതൊരു മലയുടെ ഒരു വലിയൊരു മലയാണ് ഈ ഭാഗം, ഒരു കുന്നാണ്. ആ കുന്നിൽ നിന്നും ഒരു വെള്ളം ഉറവയായിട്ട് വരുന്നത്. അതൊരു ചെറിയ ഉറവയിലൂടെ വരുന്ന വെള്ളം കൊണ്ട് ഒരു പാറക്കുഴി, ഒരു വലിയൊരു ഒരു കുഴി, പാറക്കുഴിയല്ല, നമ്മൾ പാറക്കുഴി എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ പാറമട കോറിയൊക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഈ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെളിച്ചിരിക്കുന്ന ഒരു കുഴിയാണ്. അപ്പോൾ ഈ കുഴിയിൽ നിന്നും ഓവർഫ്ലോ ആയിട്ട് തന്നെ വെള്ളം താഴേക്കും പോകുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ആയിട്ടുള്ള ആളെ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. ഒരു കളരി ഗുരുക്കളാണ്, ടോമി മാത്യു എന്ന് പറയും. സാറേ, നമ്മുടെ ഈ കുളം ഇവിടെ ഉണ്ടായ സാഹചര്യം, അത് നമ്മൾ പരിപാലിച്ച് പോരുന്ന കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ വന്ന് 12 ഏക്കറോളം സ്ഥലം വാങ്ങി. ആ സ്ഥലത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു ചാലുണ്ടായിരുന്നു. ആ ചാലിന് അവർ പല പ്രാവശ്യങ്ങളായിട്ട് ഇങ്ങനെ കുളം പോലെ ഇങ്ങനെ കുഴിച്ച് സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളാരങ്കല്ല് ചേർന്നതായതുകൊണ്ട് അതിന് ഇടയിലൂടെ വെള്ളം ചോർന്നു പോകുന്നത്. അത് പല പ്രാവശ്യം ഞങ്ങൾക്ക് കെട്ടി നിർത്താൻ കഴിയാതെ വന്നു. പിന്നീട് ഞാൻ അതിനെ ഒരു JCB കൊണ്ടുവന്ന് താത്തി ആ പാറയുടെ ലോക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തെ ഞാനത് കോൺക്രീറ്റ് ചെയ്ത് പൊക്കിയപ്പോൾ സ്ഥിരമായിട്ട് വറ്റാത്ത വെള്ളം കിട്ടുകയും ആ വെള്ളം ഞാൻ കാർഷിക ആവശ്യത്തിനും ഒപ്പം തന്നെ മീൻ വളർത്താനും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റം ശരിക്കും ഈ മലയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെമ്പമല എന്ന് പറയും. ഇതിന് ഒരു ആനത്താരി പോലെ ഒരു സംഭവമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഏതാണ്ട് റബ്ബർ കുഴി കുത്തുന്ന രീതിയിൽ നമ്മൾ ചെറിയ കുഴി കുത്തുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വെള്ളം കിട്ടുന്നുണ്ട്. ഈ വെള്ളം ഈ മലയിൽ നിന്ന് ഊറി വരുന്ന ഒരു വെള്ളമായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇത് സംഭരിച്ച് വെക്കാൻ എല്ലാവരും ശ്രമിക്കാറില്ലെന്നുള്ളൂ. സംഭരിച്ച് വെച്ചാൽ ഈ നാടിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ പറ്റും. ഇത് കൃഷിക്ക് വേണ്ടിയും മീൻ കൃഷി ചെയ്യുന്നതിനും ചെയ്യാൻ നല്ല വെള്ളമാണിത്. വളരെ സന്തോഷം. ഇത് ഒരു നല്ലൊരു മെസ്സേജാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സാറിൻ്റെ ഒരു മേഖല, ശരിയായ മേഖല എന്ന് പറഞ്ഞാൽ സാറിന് വേറൊരു മേഖലയുണ്ടെന്നുള്ളത് എനിക്കറിയാം. ടോമി മാത്യു എന്ന് പറയുന്ന ആൾ മൂവാറ്റുപുഴയിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിനെ കുറിച്ചും കൂടി ഒന്ന് വിശദീകരിക്കാം. എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ ഞങ്ങൾ മർമ്മ ചികിത്സ ചെയ്യുന്ന ആളുകളാണ്. ആ മർമ്മ ചികിത്സ ഇത് തുറന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ പോയി അവിടുത്തെ മർമ്മ ടെക്നീഷ്യൻ N കൃഷ്ണൻകുട്ടി ആശാൻ്റെ കീഴിൽ നിന്ന് കളരിപ്പയറ്റും മർമ്മ ചികിത്സയും പഠിക്കുകയും അങ്ങനെ ഞാൻ 1985 അവിടെ അരങ്ങേറി ചേർല. ഈ കളരിയെ പറ്റി പറഞ്ഞാൽ ശരിക്കും വീരകേരള മർമ്മ കളരി സംഘം എന്നാണ് പറയുന്നത്. മോഹൻലാൽ, ഫിലിം സ്റ്റാർ മോഹൻലാലൊക്കെ പഠിച്ചിറങ്ങിയ മുടവമുകൾ എന്ന സ്ഥലത്താണ് കൃഷ്ണൻകുട്ടി ആശാൻ്റെ കളരി. ആ കളരിയിൽ നിന്ന് ഞാൻ കളരിപ്പയറ്റ് പരിശീലിക്കുകയും അതിനുശേഷം ഞാൻ മൂവാറ്റുപുഴയും കല്ലൂർക്കാടും പല സ്കൂളുകളിൽ ഞാൻ കളരിപ്പയറ്റ് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റ് ആളുകളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റമുണ്ട്. നമ്മുടെ കയ്യിലെ ഹാർട്ട് ലൈൻ ആൻഡ് ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഈ രണ്ട് ലൈനുകളെ രണ്ട് കൈകളിലും കൂടി ഒരുമിച്ച് വെച്ച് യോജിപ്പിച്ചിട്ട് ഏതെല്ലാം സിമിലറായ ഫിംഗറുകളാണോ ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ആ ഫിംഗറുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതായ നമ്മുടെ സെർവിക്കൽ ബോണുകളിൽ ഇതാണെങ്കിൽ 7 ഡിസ്കിനെയും പിന്നീട് വരുന്ന 6, 6, 5, 5 എന്ന് വരുന്ന 32 ഡിസ്കുകൾക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ കൈരേഖയിൽ കൊണ്ട് കണ്ടെത്താൻ കഴിയും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ അതിന് കൊടുക്കണം. തിരുമ കിഴി, ഞവര കിഴി എല്ലാം കൊടുത്ത് സ്റ്റീംബാത്ത് കൊടുക്കണം. ഒപ്പം തന്നെ അത് കറക്ഷൻ ചെയ്യുമ്പോൾ ആ ഡിസ്കിൻ്റെ പ്രോബ്ലം മാറുകയും എല്ലാവർക്കും വളരെ സൗഖ്യം, സയാറ്റിക്ക, നെക്ക് പെയിൻ അങ്ങനെ വരുന്ന എല്ലാവിധ പ്രോബ്ലംസിനും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ആ ഒരു പേറ്റേൺ സിസ്റ്റത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ സംഭവം അത് എൻ്റെ കയ്യിലൊന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലൈൻ ആൻഡ് ഹാർട്ട് ലൈൻ എന്ന് പറയുന്ന ഈ രണ്ട് ലൈനുകളെ നമ്മൾ രണ്ട് കൈപ്പത്തിയും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് ആ രേഖകൾ മാറിപ്പോകാതെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ വിരലുകൾ നമസ്തേ പൊസിഷനിൽ പിടിക്കുന്നു. പിടിച്ചിട്ട് ഓരോ വിരലുകളുടെ എൻഡ്, ഇപ്പോൾ ഇത് ഹൈറ്റ് കൂടിയിരിക്കുന്ന ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ചൂണ്ടുവിരലിനും നീള വ്യത്യാസമുണ്ട്, മിഡിൽ ഫിംഗറിനും നീള വ്യത്യാസമുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ആ ചേഞ്ച് മനസ്സിലാക്കി ഈ ആദ്യത്തെ താഴെ വരെയുള്ള വേണം. ആദ്യത്തെ ഇത് ഈ കഴുത്തിൻ്റെ 7 ഡിസ്കുകൾ, സെർവിക്കൽ 7 ഡിസ്കുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് തൊറാസിക്കിൻ്റെ 6 ഡിസ്കുകളെയാണ്. അടുത്തത് തൊറാസിക്കിൻ്റെ വീണ്ടും 6 ഡിസ്കിനെയാണ്. അപ്പോൾ 12 എണ്ണം തൊറാസിക്കിനുള്ളത്. അടുത്ത് ലെമ്പാറിൻ്റെ 5 ഡിസ്ക്, സേക്രത്തിൻ്റെ 5 ഡിസ്ക്. ഇത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇതിന് പറയുന്ന ദർശന എന്ന് പറയും, കാണുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം പ്രശ്നം എന്ന് പറയുന്ന നമ്മളത് ടച്ച് ചെയ്യുന്നു, സ്പർശിച്ച് നോക്കുന്നു. അപ്പോൾ അതിൽ 7 ഡിസ്ക് മനസ്സിലാവുന്നു.
പിന്നെ അത് നിങ്ങൾക്കുള്ള പ്രശ്നമായിട്ട് കമ്പയർ ചെയ്ത ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തരുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡിസ്കിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകളെല്ലാം സിമിലർ ആയിട്ടിരിക്കും. അതാത് വിരലുകൾ തമ്മിൽ സിമിലർ ആവും. നിലവിൽ എൻ്റെ കൈക്ക് വ്യത്യാസമുണ്ട്. ഇത് കാണാമല്ലോ അല്ല, നിങ്ങൾക്ക് കാണാമല്ലോ, ഈ കൈൻ്റെ വ്യത്യാസം കൊണ്ടോ, നീള വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് നോക്കിയിട്ട് മനസ്സിലായത് സംഭവം ശരിയാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിനാണെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചെവിയുടെ കേൾവി, കണ്ണിൻ്റെ ഐസൈറ്റിന് വ്യത്യാസം, താഴെ നമ്മുടെ സൈഡിലേക്ക് മാറിപ്പോവുക, അങ്ങനെ വരുന്ന ബാലൻസ് സീറ്റ്, വെട്ടിക്കോ എന്ന് പറഞ്ഞ ബാലൻസ് സീറ്റ്, കഴുത്തിന്റെ പിന്നിലുള്ള വേദനയ്ക്ക് ഇതോട്ട് ബന്ധപ്പെട്ട കേസാണ്. ആണല്ലേ? അതുകൂടാതെ ഷോൾഡറിലോട്ട് വന്നു കഴിയുമ്പോൾ രണ്ട് കൈകളുടെ നംനസ്, കൈ പൊക്കാനുള്ള വിഷമം, മുട്ടുകൾക്ക് വേദന വരിക, ഈ ചില സമയങ്ങളിൽ സ്കാപ്പിലയുടെ ഇടയിൽ പെയിൻ വരിക. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴേക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത്, ഏതാണ്ട് നമ്മുടെ പാങ്ക്രാസ് ഭാഗത്തേക്ക് വരുന്ന ഗ്യാസ് കെട്ടിയിരിക്കുന്ന പോലെ തോന്നുക, നമ്മൾക്ക് വേണ്ടത്ര ശക്തി പ്രയോഗിക്കാൻ പറ്റാതെ വരിക, ഈ വക കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള പേറ്റന്റ് ഓഫീസിൽ എൻ്റെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. മൂവാറ്റുപുഴയിലെ ഈ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? പേര് അശ്വിനി ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രം എന്നും. അതുകൂടാതെ അശ്വിനി ആയുർവേദ മർമ്മ ചികിത്സാ കേന്ദ്രം വെള്ളൂർക്കുന്നം ശ്രീ വിനായക ബേക്കറിയുടെ മുകളിലാണ്, സീമാസിന്റെ അടുത്ത് ബൈപ്പാസ് തിരിയുന്നോർത്താണ് എൻ്റെ സ്ഥാപനം. മറ്റൊരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രദേശത്തെ, അതായത് കല്ലൂർക്കാട് പഞ്ചായത്ത് ഏരിയയിലുള്ള വെള്ളത്തിന്റെ സോഴ്സുകൾ അത് എവിടെ ഉണ്ടെങ്കിലും ഏത് രീതിയിൽ എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് ഒഴുകി വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പഞ്ചായത്തിൽ കൊടുക്കാൻ പോകണം. പിന്നെ കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ ചരിത്രം ഞങ്ങൾ എഴുതി ബ്ലോക്ക് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെയുള്ള കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ ചരിത്രം അത് ഞങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ജലസംരക്ഷണം, അതാണ് മെയിനായിട്ട് എൻ്റെ മോട്ടിവേഷൻ. കാരണം നമ്മൾക്കിന്ന് ഏറ്റവും വലിയ ശുദ്ധജലം കിട്ടാനുള്ള ഷോർട്ടേജാണുള്ളത്. അത് നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. നമ്മളുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിൽ വീഴുന്ന മഴവെള്ളത്തെ നമ്മൾ ഓരോ സ്ഥലത്ത് സോർട്ട് ചെയ്യുക, അതായത് തട്ടുകളായിട്ട് ഭൂമിയെ തിരിക്കുകയും അത് വെള്ളം അതിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ മാത്രമേ ശുദ്ധജലം നമ്മൾക്ക് ഇനി ഉണ്ടാവുള്ളൂ. അല്ലാതെ വെള്ളത്തിന് വേണ്ടി നമ്മൾ വഴക്കടിച്ചിട്ടോ നാലോട് ഓടി നടന്ന കാര്യമില്ല. അവനവനാണ് ചെയ്യാവുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും കൃഷിയായിട്ടും മത്സ്യകൃഷിയായിട്ടും മറ്റ് ജാതി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതാണ്. ഇതിൽ തന്നെ ഒരുപാട് മീനുകൾ, ഇതിനകത്ത് ഞാൻ ഇഷ്ടംപോലെ മീൻ ഞാൻ വളർത്തുന്നുണ്ട്. എൻ്റെ വീട്ടാവശ്യം കഴിഞ്ഞ് ഞാൻ പുറത്ത് വിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ബ്രീഡാവുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ബ്രീഡാവുന്നുണ്ട്. കാരണം നാച്ചുറൽ പോണ്ടിൽ മാത്രമാണ് ഇത് ആ രണ്ടെണ്ണം എന്ന് പറയുന്ന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് രണ്ട് പില്ലർ പോലെ ഞാനിങ്ങനെ റിങ് വാർത്ത് പൊക്കിയാണ്. അതിൻ്റെ അകത്തേക്കാണ് ഈ മലയിൽ നിന്ന് വരുന്ന ഒരു വെള്ളം പൈപ്പിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ ആദ്യം സോർട്ടിങ് നടന്ന അവിടെയാണ്. അവിടെ നിന്ന് ഒരു വളർച്ച എത്തിക്കേണ്ടി തുറന്ന് ഇതിലേക്ക് വിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ വലുതാക്കി എടുക്കുന്നത്. അതായത് അതൊരു ഉറവയാണ് കേട്ടോ. ഉറവയുടെ ഭാഗം അടച്ചു വെച്ചിട്ട് ആ വെള്ളം തള്ളി മുകളിലോട്ട് കയറുകയാണ്. എന്നിട്ട് അതിൽ മീൻ കുഞ്ഞുങ്ങളിട്ട് വളർത്തി അതിനെ വലുതാവുമ്പോൾ അടിയിലൂടെ ഒരു വാൽവ് വെച്ചിട്ട് ആ വാൽവ് വഴി ഈ ടാങ്കിലേക്ക് മീനിനെ വലുതായി വരുന്ന മീനുകളെ തുറന്നു വിടുകയാണ്. നമ്മുടെ ഈ പറമ്പിൽ ഒരുപാട് സസ്യങ്ങൾ നിൽപ്പുണ്ട്. അത് ഗുരുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മിക്കവാറും മരുന്നുകളായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള മരുന്നുകൾ ഇവിടെ രുദ്രാക്ഷം നല്ലപോലെ കായ്ക്കുന്ന രുദ്രാക്ഷം മരമുണ്ട്, നാഗലിംഗ ചെടിയുണ്ട്. അതുകൂടാതെ വാദം കൊല്ലി, വാദക്കൊടി, അങ്ങനെ വരുന്ന അനവധി എരിക്ക്, ഞാൻ എല്ലാവിധ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ആയുർവേദ സസ്യങ്ങളും ഞാനിവിടെ വെച്ച് പരിപാലിക്കുന്നുണ്ട്. കൊടി, ഈ കൊടിയാണ് കന്നിവെറ്റ എന്ന് പറയും. ഏറ്റവും നല്ല ഇതിൻ്റെ നീരാണ് നമ്മൾ വായു ഗുളികക്കകത്ത് ചേർത്ത് കഴിക്കുന്നത്. കന്നിവെറ്റ ഇത് മുറിവെണ്ണയെ കൊണ്ടാക്കാൻ ഈ കന്നിവെറ്റയുടെ നീരേ പറ്റുള്ളൂ. അത് ശരി. അതുപോലെ ഉങ്ങ, താഴെ നിൽക്കുന്ന സാധനം ഉങ്ങാണ്. ഉങ്ങിൻ്റെ തൊലി ചേർത്താണ് അത് ചേർക്കുന്ന സംഭവം. മരമായിട്ട് നിൽക്കുന്ന സാധനം വലിയ മരമല്ല, അതിൻ്റെ അപ്പുറം അത് കൂടാതെ വാഗ നിൽക്കുന്ന വാഗ, നമ്മുടെ ദേഹത്ത് തേച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന വാഗയുടെ തൊലി ചെത്തി പൊടിച്ചെടുക്കാം. അതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അനവധി മരുന്നുകൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ നിങ്ങൾ നോക്കും. അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ കയറി കാടൊക്കെ വെട്ടാൻ ആരെങ്കിലും വന്നാൽ ഇവിടെ നിന്ന് ഓടിക്കും. ഓടിക്കും. കാരണം കാട് വെട്ടുന്നവർക്ക് അറിയില്ലല്ലോ മരുന്ന് ഏതാണെന്നല്ലെന്ന് അറിയില്ല. അവരെല്ലാം കാട് അരുവാളക്കാട്ട് ആരെങ്കിലും ഈ പറമ്പിലേക്ക് വരുവാണെങ്കിൽ സൂക്ഷിക്കണം. നമുക്ക് നിസ്സാരം തന്നെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ ചെമ്പരത്തി നമുക്ക് 5 ഇല ചെമ്പരത്തി വെള്ളത്തിലിട്ടിട്ട് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തൊന്ന് കൊളസ്ട്രോൾ കുറയും, രണ്ടാമത് ശരീരം തണുക്കും. അടുത്തതാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം എന്ന് പറഞ്ഞ സാധനം. ഒന്ന് വയറിളക്കാൻ ഉപയോഗിക്കുന്ന കൈവശമൊക്കെ ഉള്ളവർക്ക് നമ്മളത് അരച്ചു ഉരുട്ടി പാലിൽ കൊടുക്കുന്നു. ഇതുകൂടാതെ ശംഖുപുഷ്പത്തിൻ്റെ ഇലയിട്ട് ആ വെള്ളം കുടിക്കുന്ന, ആ നീല കളർ ആ വെള്ളം കുടിക്കുന്നത് ടെൻഷൻ കുറയ്ക്കാൻ വെള്ളം നല്ലതാണ്. മോർണിംഗിൽ ആ സാധനം ഉപയോഗിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് ടെൻഷൻ കുറയും. ഇതുകൂടാതെ എല്ലോഡിയൻ എന്നൊരു മരുന്നുണ്ട്. മറ്റ് ഇത്തിക്കണ്ണി കയറുന്ന സാധനം എല്ലോഡിയൻ. എല്ലുകൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് കെട്ടുന്ന മരുന്നിൻ്റെ അകത്ത് നമ്മൾ എല്ലോഡിയൻ ചേർക്കുന്നത്, ചങ്ങലമ്പരണ്ട ചേർക്കുന്നു, അതുകൂടാതെ ചതുരമുല്ല ചേർക്കുന്നു. ഇതെല്ലാം നമ്മൾക്ക് ഈ പെട്ടെന്ന് അസ്ഥി കത്തിക്കൂടാൻ വേണ്ടി നല്ലതാണ്. നീർമരുത്, ഇതൊക്കെ അത് ചേർക്കുന്ന സാധനമാണ്. നീർമരുതും നമ്മുടെ നീർമരുന്ന് നമ്മൾ പറയുന്നത് തന്നെ
ഈ ഞരമ്പുകളുടെ ബ്ലോക്ക് മാറ്റുന്ന സാധനമാണ് നീർമരുന്ന്. നീർമരുന്ന് വെന്ത വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബ്ലോക്കുകൾ മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ വരാൻ കഴിഞ്ഞാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. വീണ്ടും കാണാം. താങ്ക് യു.